ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മിസ്സായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് MCQs ആണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഹു ഈസ് ദ റേഗിംഗ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആസ് ഓഫ് ഓഗസ്റ്റ് 2025? എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഒരു ഇന്ത്യൻ ആണ് ഇപ്രാവശ്യം വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അതും ഹി വാസ് ദ യങ്ങസ്റ്റ് വൺ. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ആൻഡ് ദ ആൻസർ ഈസ് ഗുകേഷ് ദോമരാജു ഫ്രം തമിഴ്നാടു. ഓക്കെ. Who did Gugesh Domaraju defeat to become World Chess Champion in 2024? ആരെയാണ് ഗുകേഷ് തോൽപ്പിച്ചത്? ഡിങ് ലിറൻ ആയിരുന്നു മുന്നത്തെ ചെസ് ചാമ്പ്യൻ. ഡിങ് ലിറൻ. ആൻഡ് വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദ 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്? 2024 ഗുകേഷ് നേടിയത്. ആൻഡ് അതെവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത്? സിംഗപ്പൂരാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. ഹു വോൺ ദ ഫിഡെ വേൾഡ് വുമൺ ചെസ് ചാമ്പ്യൻഷിപ്പ്? വുമൺസ് കപ്പ് നേടിയത് ആരാണ്? റീസെൻ്റ് ആയിട്ട് നടന്നതാണിത്. ദ ആൻസർ ഈസ് ദിവ്യ ദേശ്മുഖ്. ഒരു ഇന്ത്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who did Divya Deshmukh defeat in the finals to win 2025 Women's World Chess Championship? ആരെയാണ് തോൽപ്പിച്ചത് ഒരു ഇന്ത്യക്കാരിയാണ്. ദ ആൻസർ ഈസ് കൊനേരു ഹംപി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദ ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് 2025? വുമൻസ് വേൾഡ് കപ്പ് 2025 എവിടെ വെച്ചായിരുന്നു? ദ ആൻസർ ഈസ് ബട്ടൂമി. ദാറ്റ് ഈസ് ഇൻ ജോർജിയ. ഓക്കെ, നെക്സ്റ്റ് വൺ കുറച്ച് അവാർഡ്സ് ആണ്. ഹു വോൺ ദ കേരള സാഹിത്യ അക്കാദമി ഫോർ ബെസ്റ്റ് നോവൽ ഇൻ 2024? ബെസ്റ്റ് നോവൽ എന്നുള്ള അവാർഡ് നേടിയത് ആരാണ്? ദ ആൻസർ ഈസ് GR ഇന്ദുഗോപൻ ഫോർ ഹിസ് വർക്ക് ആനോ. അതാണ് ബെസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ഇന്ദുഗോപൻ്റെ ആനോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് നോവൽ ഈസ് ആനോ, GR ഇന്ദുഗോപൻ. നെക്സ്റ്റ്, വിച്ച് പോയറ്റ് വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് പോയട്രി ഇൻ 2024? ബെസ്റ്റ് പോയട്രിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? അനിത തമ്പിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബെസ്റ്റ് പോയട്രിക്കുള്ളത് നേടിയത് 2024 അനിത തമ്പി. ആ പോയട്രി ഏതാന്ന് വെച്ചാൽ മുരിങ്ങ വാഴ കറിവേപ്പ് വോൺ ഫോർ ബെസ്റ്റ് പോയട്രി കളക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റിസീവ് ദ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഫോർ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ഇൻ 2024? ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ് നേടിയത് ആരാണ്? KV രാമകൃഷ്ണൻ. In 2024, Kerala Sahitya Academy Fellowship for Lifetime Contribution was awarded to KV Ramakrishnan. ഒരാളും കൂടെ ഉണ്ട്, ഇടച്ചേരി രാമചന്ദ്രൻ. Which award did M. Swaraj win for essay writing in 2024? essay writingന് സ്വരാജ് ഏത് അവാർഡാണ് കരസ്ഥമാക്കിയത്? essay writingന് M. സ്വരാജ് കരസ്ഥമാക്കിയ അവാർഡ് ഏതാണ്? CB കുമാർ എൻഡോമെൻറ്റ് അവാർഡ്. ഏത് വർക്കിനാണ് കിട്ടിയത്? പൂക്കളുടെ പുസ്തകത്തിനാണ് M. സ്വരാജിന് CB കുമാർ എൻഡോമെൻറ്റ് അവാർഡ് 2024 കിട്ടിയത്. CB കുമാർ എൻഡോമെൻറ്റ് അവാർഡ് കിട്ടിയത് M. സ്വരാജ്. വർക്ക് ഏതാണ്? പൂക്കളുടെ പുസ്തകം. വിച്ച് ബുക്ക് വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ 2024? ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഏത്
ഏത് ഷോർട്ട് സ്റ്റോറിക്കാണെന്ന്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയ്ക്കാണ് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി അവാർഡ് 2024 കിട്ടിയത്. ഏതാണ്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ലിറ്റററി ക്രിറ്റിസിസം ഇൻ 2024? ലിറ്റററി ക്രിറ്റിസിസം 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഈസ് ജി ദിലീപ്. ജി ദിലീപ്. ഏതിനാണ് ജി ദിലീപിന്? ലിറ്റററി ക്രിറ്റിസിസം 2024. ലിറ്റററി ക്രിറ്റിസിസം 2024 ജി ദിലീപ്. Which author won the Kerala Sahitya Academy Award for biography or autobiography in 2024? Biography or autobiography. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായരാണ്. ഡോക്ടർ കെ രാജശേഖരൻ നായർ ഡോക്ടറാണ്. ഓക്കെ, ഡോക്ടർ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് ബുക്ക്. അങ്ങനത്തെ ഒരു ജീവിതാനുഭവം പറയുന്നൊരു ബുക്കാണ് ഡോക്ടർ രാജശേഖരൻ നായരുടെ. ഓക്കെ. ഹു വോൺ ദ കേരള സാഹിത്യ അക്കാദമി ഫോർ ട്രാവൽ റൈറ്റിംഗ്? ട്രാവൽ റൈറ്റിങ്ങിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആർക്കാണ്? കെ ആർ അജയൻ. കെ ആർ അജയനാണ് ട്രാവൽ റൈറ്റിങ്ങിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ട്രാവൽ റൈറ്റിംഗ് കെ ആർ അജയൻ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, എന്തെങ്കിലും അഥവാ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അവിടെ ചെന്നിരിക്കുമ്പോൾ ഇത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും ആർക്ക് എന്തൊക്കെയാണെന്ന് കിട്ടിയതെന്ന്. നിങ്ങളിതൊന്നും എഴുതി പഠിക്കാൻ നിൽക്കല്ലേ, ഇനി അതിനുള്ള ടൈമൊന്നുമില്ല. ജസ്റ്റ് ഹിയർ ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ്. ഓക്കെ. ഹു വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻ 2024? ചിൽഡ്രൻസ് ലിറ്ററേച്ചർ 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആർക്കാണ്? ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് കിട്ടിയത് ഇ എൻ ഷീജ. ഇ എൻ ഷീജയ്ക്കാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് കിട്ടിയത്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ കേരള സാഹിത്യ അക്കാദമി 2024 ആർക്കാണ്? ഇ എൻ ഷീജ. ഓക്കെ, ഇനി കുറച്ച് സ്കീംസ് നോക്കാം. ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കേരള സ്കീം റിസീവ്ഡ് നാഷണൽ റെക്കഗ്നിഷൻ ഫോർ ഇറ്റ്സ് എക്സലൻസ് ഇൻ അർബൻ ലൈവ്ലിഹുഡ് ഇംപ്ലിമെൻറ്റേഷൻ? അർബൻ ലൈവ്ലിഹുഡ് ഇംപ്ലിമേഷന് ഏത് കേരള സ്കീമിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത്? 2024 നാഷണൽ അവാർഡ് കിട്ടിയത് ഏത് സ്കീമിനാണ്? DAYNULM കുടുംബശ്രീയുടെയാണ്. ഓക്കെ, അതിനാണ് കേരള സ്കീമാണ്. ഇതിന് നാഷണൽ റെക്കഗ്നേഷൻ കിട്ടി. സ്പാർക്ക് അവാർഡ്, ഏത് അവാർഡാണ്? സ്പാർക്ക് അവാർഡ് കിട്ടി. ഓക്കെ, DAYNULM അതിൻ്റെ ഫുൾ എക്സ്പാൻഡഡ് ഫോമാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. സ്പാർക്ക് അവാർഡ് നേടിയ സ്കീമാണ്, കേരള സ്കീമാണ്. ഏതായിരുന്നു? DAYNULM, ഓർത്തോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കേരളാസ് ക്ലസ്റ്റർ ബേസ്ഡ് വെജിറ്റബിൾ കൾട്ടിവേഷൻ സ്കീം ഇൻ 2024-2025? മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് ഇതിൻ്റെ? വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കേരളാസ് ക്ലസ്റ്റർ ബേസ്ഡ് വെജിറ്റബിൾ കൾട്ടിവേഷൻ സ്കീം 2024-2025? ഫോസ്റ്ററിങ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ വിത്ത് ക്ലസ്റ്റർ അപ്രോച്ച്. ഫോസ്റ്ററിങ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ വിത്ത് ക്ലസ്റ്റർ അപ്രോച്ച്. Okay, primary objective of Kerala's cluster-based vegetable cultivation scheme in 2024-2025 is to increase local vegetable production and productivity through a coordinated farm-based approach. Next question, in Kerala's SSLC Cash Award Scheme 2024-2025, students with all A+ grade receives എത്ര കിട്ടിയെന്ന്? Receives rupees 1,000. Next question, Kerala's Energy Conservation Awards in 2024 are given to? Kerala's
Energy Conservation Award 2022 are given to, answer is given to various sectors including building, consultancy, industries, firms and educational institutions. ഇങ്ങനെ കുറേ വേരിയസ് സെക്ടേഴ്സിനാണ് അവാർഡ് കൊടുത്തിരുന്നത്. ഏതാണ്? കേരളാസ് എനർജി കൺസർവേഷൻ അവാർഡ്സ്. കേരളാസ് എനർജി കൺസർവേഷൻ അവാർഡ്സ്. Kerala's Energy Conservation Award 2024 have been announced. Fertilizers, Chemical Travancore Limited, Ernakulam and PK Steel Consortium Private Limited Kozhikode, they have been jointly awarded the Kerala State Conservation Award. കുറേ പല സെക്ടേഴ്സിനാണ് കിട്ടിയത്. Next question. Who won the Sahitya Academy Award for Malayalam Language in 2024? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാഷണൽ ലെവലാണ് അവാർഡ് കിട്ടിയത്. ഹു വോൺ ദ സാഹിത്യ അക്കാഡമി അവാർഡ് ഫോർ മലയാളം ലാംഗ്വേജ് ഇൻ 2024? കെ ജയകുമാറിനാണ് കിട്ടിയത്. കെ ജയകുമാറിനാണ് ഓക്കെ. In 2024, K. Jayakumar won Sahitya Academy Award for Malayalam for his poetry collection Pingala Keshini. ജയകുമാറിനാണ്, കെ ജയകുമാറിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ മലയാളം ഫോർ ഹിസ് പോയട്രി കളക്ഷൻ പിങ്കാല ലക്ഷ്മി. ഓക്കെ, ഇത് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 വിന്നേഴ്സിൻ്റെ ലിസ്റ്റാണ്. നമ്മൾ ഓൾറെഡി ഇത് നോക്കിയതാണ്. ഇത് ഞാൻ ഒരുമിച്ചെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടേക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ബെസ്റ്റ് നോവൽ GR ഇന്ദുഗോപൻ ഫോർ ആനോ എന്ന നോവലിനാണ് ബെസ്റ്റ് നോവൽ അവാർഡ് കിട്ടിയത്. GR ഇന്ദുഗോപൻ്റെയാണ്. പോയട്രി അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന പോയറ്റിനാണ് അവാർഡ് കിട്ടിയത്. ഷോർട്ട് സ്റ്റോറി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആ ഷോർട്ട് സ്റ്റോറിക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അതിൻ്റെ ഓത്തർ വി ഷിനിലാലാണ്. എസ് എ CB കുമാർ എൻഡോമെൻ്റ് അവാർഡ് M സ്വരാജിനാണ്. ഏത് എസ്സേക്കാണ്? പൂക്കളുടെ പുസ്തകത്തിനാണ്, ആ ഒരു എസ്സേക്കാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് അക്കാഡമി ഫെലോഷിപ്പ് ആൻഡ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്. അക്കാഡമി ഫെലോഷിപ്പ് ആൻഡ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്, ഫെലോഷിപ്പ് അവാർഡ് കിട്ടിയേക്കുന്നത് KV രാമകൃഷ്ണനാണ്. KV രാമകൃഷ്ണന് എന്ത് അവാർഡ്? ഫെലോഷിപ്പ് അവാർഡ്. ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് എഴച്ചേരി രാമചന്ദ്രനാണ്. ആൻഡ് സം അതർ കാറ്റഗറി അവാർഡ്സ് ആർ ഓൾസോ ദെയർ. ഡ്രാമ ഡ്രാമ അവാർഡ് കിട്ടിയിരിക്കുന്നത് ശശിധരൻ നടുവിൽ. ലിറ്റററി ക്രിറ്റിസിസം G. ദിലീപ്. സയൻറ്റിഫിക് ലിറ്ററേച്ചർ ദീപക് V. ബയോഗ്രഫി ഓർ ഓട്ടോബയോഗ്രഫി Dr. K. രാജശേഖരൻ നായർ. ട്രാവൽ റൈറ്റിംഗ് KR അജയൻ. ട്രാൻസ്ലേഷൻ ചിന്തു പ്രകാശ്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ EN ഷീജ. ഹ്യൂമറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് നിരഞ്ജൻ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത്. താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇനി ടൈം വേസ്റ്റ് ആക്കാതെ റിവൈസ് ചെയ്യുക, പഠിച്ച ടോപ്പിക് റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.